അപ്പോൾ നമ്മൾ ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം എടുത്തു വെച്ചിട്ട് കാണിക്കുകയാണ്, പിന്നെ ആർക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ നല്ല പഴുത്ത പപ്പായ വേണം, പിന്നെ കുറച്ച് ക്യാരറ്റ് നമ്മൾ വേവിച്ച് വെച്ചതാണ്, അല്ലെങ്കിൽ അടിയൂല, വേവിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ നട്ട്സ് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഐസ്ക്രീം, കട്ടപ്പാല്, പിന്നെ പഞ്ചസാര, മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് പപ്പായ, പിന്നെ ക്യാരറ്റ്, പാല്, ഐസ്ക്രീം ഇട്ടിട്ട് നല്ലോണം നമുക്ക് അടിച്ചിട്ടും പപ്പായ എല്ലാം നമ്മൾ ഇട്ടു. ഇനി പാല് നമുക്ക് കട്ടപ്പാലാണ്, കട്ടപ്പാല് നല്ല കട്ടപ്പാലാണെങ്കിലാണ് നല്ല കേട്ടോ. ഇതിട്ടിട്ട് നല്ലോണം പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പകുതി അടിച്ച് വരുമ്പോൾ നമുക്ക് ഐസ്ക്രീമും കൂട്ടി ഇട്ടിട്ട് അടിക്കാം. പാലിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി, അടിക്കാതെ. അപ്പോൾ ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 കപ്പ് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയുക, റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് 3 കപ്പ് ഇട്ട് അടിച്ചെടുക്കാം. വേണമെങ്കിൽ ഡെക്കറേഷന് നമുക്ക് വെക്കുകയാണെങ്കിൽ വെക്കാം. ഇപ്പം ഒന്നും കൂടി ഇട്ട് ഞാൻ അടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടോ. നമുക്ക് ആദ്യം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അനാറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, അനാറും കൂടി ഇടണം. പക്ഷേ ഇപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഇല്ല. നമുക്ക് ഷേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇടാം. പിന്നെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം, എന്താ ഐസ്ക്രീം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുകളിൽ ഡെക്കറേഷന് വേണമെങ്കിൽ ഐസ്ക്രീം ഇടാം. താഴെ നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. ക്യാരറ്റും പപ്പായൊക്കെ അല്ലേ, പാലും. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുകളിലിട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ അനാറ് വേണമെങ്കിൽ നല്ലതാണ്. കഴിക്കുമ്പോൾ നമുക്ക് ഈ അനാറും ഈ നട്ട്സ് അവിടെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിന് സ്ട്രോ ഒന്നും വേണ്ട, നമ്മൾ നട്ട്സൊക്കെ ഇട്ടിട്ടത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ട്. ഐസ്ക്രീമും ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് പറയണ്ടല്ലോ, വാനില അല്ലേ, നല്ല കിടിലം ഷേക്ക് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങൾ അങ്ങനെ ഒന്നും പോയി കുടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാറില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണൂർ എപ്പോൾ പോയാലും ഈ കോക്ടെയിൽ നമ്മൾ കുടിക്കാതെ വരാറില്ല. അത് അടിപൊളിയാണ്.